ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടി ജീവിതം നിലനിർത്താൻ വേണ്ടി അന്ന് അതൊരു പാഷനായതുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടും ഇത്രേ പോകുന്ന കഴിവിനെ വലുതാക്കാൻ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വരികയാണ്. അപ്പൊ നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടി, അതായത് മനുഷ്യന്റെ ഈ സാധാരണക്കാരൻ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പാട്ട് എഴുതണം എന്നെനിക്ക് തോന്നി. ഒരു ഉദാഹരണം പറയാം. പാട്ടായ കഥ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഒരു സാധനം ചെയ്യാറുണ്ട്. ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളൂ, ഇനി ചെയ്യാനുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞേ, ഇപ്പം നിന്നെ എനിക്ക് ഇഷ്ടമാണ് ദിൽറുബ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ ചങ്ങായി ഭയങ്കര സങ്കടകരമായി പറയാടാ, 3-4 ദിവസമായി ഞാൻ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഇടക്ക് അവളിന്റെ ഓട്ടോറിക്ഷ കയറലുണ്ട്. എന്റെ കൂടെ ഓട്ടോറിക്ഷ ഓടിച്ചാണ്, ഞാൻ പേര് പറയുന്നില്ല, അവന് മനസ്സിലാവും. അപ്പോ അവൻ അവളെ തന്നെ കെട്ടിയേ, അതും കൂടെ പറഞ്ഞുതരാം. അപ്പൊ നമ്മക്കാ കിട്ടാത്തുള്ളൂ. അപ്പോ ഇവ എന്നോട് പറയാ, ഇഷ്ടാണെന്ന് പറയണം, നീ എങ്ങനെങ്കിലും. ഞാൻ പണ്ട് എന്റെ സുഹൃത്തുക്കൾക്ക് ലവ് ലെറ്റർ എഴുതിക്കോളൂ. കൈയക്ഷരം വലിയ ഗുണമില്ല, പക്ഷെ അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും ഇച്ചിരിയൊക്കെ അവിടുന്ന് ഇവിടുന്ന് കേട്ടും വായിച്ചുള്ള അറിവുകൊണ്ട് അത്യാവശ്യം സാഹിത്യവൽക്കരിച്ച് ചെയ്താലൊക്കെ ശ്രമം നടത്തും, നാടൻ സാഹിത്യം. അപ്പോ പെട്ടെന്ന് വീഴ്ത്താനുള്ള കുറച്ച് വാക്കുകൾ എഴുതാം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇനി ഇറങ്ങാൻ പോകുന്ന വർക്കിൽ ഉറപ്പായിട്ടും നീ ഓട്ടോറിക്ഷ പാട്ട് വെച്ചാൽ തന്നെ മതി. 4 പ്രാവശ്യം വെച്ചാൽ അവർക്ക് മനസ്സിലാവും നീ എന്താ പറയാൻ ഉദ്ദേശിക്കും.